ഹലോ, ഞങ്ങളെ കഴിഞ്ഞ 5-ാം തീയതി ഡൽഹിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഇന്നലെ രാത്രി സേഫായിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് കോള് മെസ്സേജൊക്കെ ചെയ്ത് ചോദിച്ചു സേഫ് അല്ലേ എന്നുള്ളത്. ഞങ്ങൾ സേഫാണ്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാനും ഏട്ടനും 5-ാമത്തെ തവണയാണ് കേട്ടോ ഡൽഹിയിലേക്ക് പോകുന്നത്. ഈ ഡൽഹി യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛനെ അമ്മേനെ കൊണ്ട് ഡൽഹി കാണിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവരെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോകും. അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. ഞങ്ങളുടെ 2 അച്ഛനും അമ്മയും ബദ്രിയും പൈങ്കും അതുപോലെ ഞങ്ങളുടെ അനിയനും ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ BLM ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. പൈങ്കൂന് യാത്ര പോകുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഏതായാലും അവളുടെ വൈബുള്ള 2 പെൺകുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് അവൾ ഏതായാലും അടിച്ചു പൊളിച്ചു. അവൾ ഫുൾ ടൈം അവരുടെ കൂടെ. അതുപോലെ ബദ്രയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയാണ് ട്രെയിനിൽ അവനെ കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുക, അവനെ എങ്ങനെയാണ് അഡ്ജസ്റ്റബിൾ ആകുമോ എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ ഒരു സ്ഥലത്ത് പോലും അടങ്ങിയിരിക്കുകയില്ല. അവൻ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ഈ കമ്പാർട്ട്മെന്റിൽ നമ്മുടെ ആളുകളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായില്ല. അവൻ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നു പണി. പിന്നെ അവൻ്റെ ഫേവറേറ്റ് അവൻ്റെ അമ്മച്ച കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷനും ഇല്ല. ഞങ്ങൾ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. ഫുൾ ടൈം അവന് അവൻ്റെ അമ്മച്ചയുടെ കൂടെ തന്നെയായിരുന്നു അധികവും സ്പെൻഡ് ചെയ്ത്. ബദ്രി ഉള്ളത് കൊണ്ട് സമയം പോകുന്ന അറിയുണ്ടായിരുന്നില്ല. ഫുൾ ടൈം എല്ലാവരും അവൻ്റെ പുറകെ തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് റീൽസൊക്കെ ചെയ്ത് ഞങ്ങൾ ഡൽഹി യാത്ര എന്തായാലും അടിപൊളിയാണ്. ട്രെയിനിൽ നിന്ന് ഞങ്ങളൊരു ഫുഡും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കുള്ള ഫുഡ് സൊമാറ്റോന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ അവിൽ നനച്ചത്, ചിപ്സ്, അങ്ങനെയെല്ലാം വീട്ടിലുണ്ടാക്കിയത്, അതുപോലെ കുറേ ഫ്രൂട്ട്സ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും എടുത്തത് കൊണ്ട് നമുക്ക് ഫുഡൊന്നും ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ ഡൽഹിയിലെത്തി. യാത്ര അടിപൊളിയായിരുന്നു.